ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ 4 വർഷം നിർത്തിയിട്ട് സ്പ്ലെൻഡർ പ്ലസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ വാഹനത്തിന്റെ കീ ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾക്ക് എഞ്ചിൻ ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഓയിൽ ലെവലുണ്ട്. ഓയിൽ കറുത്തിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വാഹനത്തിൽ സ്പാർക്ക് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. സ്പാർക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി വാഹനത്തിൽ പെട്രോൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് വണ്ടിയുടെ കിക്കർ അടിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുകയായിരുന്നു, ഇപ്പോൾ ഓഫായി പോയി. ഇനി നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ വണ്ടി വീണ്ടും അങ്ങനെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് വണ്ടിയുടെ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ആദ്യമായി ഹെഡ്ലൈറ്റ് ഒന്നിട്ട് നോക്കാം. ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്. പോയിന്റ് മാറ്റി നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്നിട്ടും കത്തുന്നുണ്ട്. അടുത്തതായി നമ്മൾക്ക് ഇൻഡിക്കേറ്റർ ഒന്നിട്ട് നോക്കാം. വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. ഈ സൈഡിലെ ബാക്ക് പോർഷൻ കത്തുന്നില്ല. ഇനി നമുക്ക് ഫ്രണ്ടിലൊന്ന് പോയി നോക്കാം. ഫ്രണ്ട് ചെറുതായിട്ടൊന്ന് കത്തുന്നതേ ഉള്ളൂ. അടുത്തത് നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി 4 വർഷമായിട്ട് ഉപയോഗിക്കാതിരുന്നെങ്കിലും വണ്ടി ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിൽ തന്നെയാണ്. വണ്ടിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് ഞങ്ങൾ എടുത്ത വീഡിയോകൾ കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം.